വെൽക്കം ബാക്ക് ടു ഷുഗർ ആൻഡ് സ്പാർക്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊരു ലഞ്ച് ബോക്സ് സ്പെഷ്യൽ റെസിപ്പിയാണ് പനീർ ബിരിയാണി. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പനീർ ബിരിയാണി ചെയ്യുന്നതെന്ന്. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് പനീർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പനീറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇതിനെ നീളത്തിലും കട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നെടുകയും കട്ട് ചെയ്തിട്ട് ഒരു 20-25 പീസാക്കി മാറ്റുകയാണ്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഓൾറെഡി കട്ട് ചെയ്തിട്ടുള്ള പനീർ കിട്ടും. അപ്പോൾ പിന്നെ ഈ കട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. വീട്ടിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്, കെമിക്കൽസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. ചൂടായതിന് ശേഷം അതിലേക്ക് ഈ പനീർ പതുക്കെ ഇട്ട് കൊടുക്കുക. പനീർ എപ്പോഴും നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, പൊടിഞ്ഞു പോകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുക. പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന പനീറാണെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്തിന് അത് പുറത്തെടുത്തിട്ട് കുറച്ച് നേരം ആ പാക്കറ്റോട് കൂടി തന്നെ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക. അതിന് ശേഷം പുറത്തെടുത്തിട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിലിടുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ കിട്ടും, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള പനീർ നമുക്ക് കിട്ടും. ഇനി ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കുക. കപ്പ് 250 ml കപ്പാണ് ഞാൻ പറയുന്ന അളവെല്ലാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക, 2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർക്കുക. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ വാങ്ങാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് പനീർ ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം പനീർ ചേർത്താലും മതി, അപ്പോൾ പിന്നെ ഇത് ഉടഞ്ഞു പോവില്ല. ഇതിലേക്ക് പകുതി സവാള ക്യൂബായിട്ട് കട്ട് ചെയ്തത് ചേർക്കുക. അതുപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കണം. പനീർ ഉടഞ്ഞു പോവാതെ വേണം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്, മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില പുതിനയിലൊക്കെ 2 ടേബിൾ സ്പൂൺ വെച്ച് ചേർത്താൽ മതി. ഫ്ലേവർ നല്ല ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കൂടുതൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യുക കേട്ടോ, പനീർ പൊടിഞ്ഞു പോവാതെ മിക്സ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകുന്ന പേടിയുള്ളവർ ആദ്യമേ മസാല മിക്സ് ചെയ്തതിന് ശേഷം അവസാനം പനീർ ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു കുക്കർ ചൂടാക്കാൻ വയ്ക്കാം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ചേർക്കാം. കുറച്ചധികം എണ്ണ വേണം, നമുക്ക് സവാള വറുത്തെടുക്കാനുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ കുറച്ചധികം എണ്ണ ചേർക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് അത്യാവശ്യം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു വലിയ സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. സവാള നല്ല ബ്രൗൺ കളറായിട്ട് വരണം. നല്ല തിന്നായിട്ട് അരിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഇത് വഴണ്ട് കിട്ടും. പിന്നെ ഒരു ടിപ്പ് എന്നുള്ളത്, സവാളയിലെ വെള്ളം നന്നായിട്ട് കളയുക. ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് നന്നായിട്ട് ഉപ്പിയെടുത്തതിന് ശേഷം ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് വരും. ഇപ്പോൾ സവാള നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. നിറമൊന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ, കാരണം പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഞാനിപ്പോൾ ഇത്രയേ വറക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കുറച്ചും കൂടി ബ്രൗൺ ആക്കണമെങ്കിൽ ആക്കാം. ഇപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ കുക്കറിലേക്ക് തന്നെ കുറച്ച് കുരുമുളക്, 1 ബേ ലീഫ്, 3 കഷ്ണം ഗ്രാമ്പൂ, 3 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട, വലിയ പട്ടയാണെങ്കിൽ 1 കഷ്ണം മതി. ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പനീറിൻ്റെ കൂട്ട് ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് കഴുകി 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർക്കാം. ഇപ്പോൾ റൈസ് ചേർത്ത് നല്ല ലെവലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പുതിനയില ചേർക്കാം, അതുപോലെ തന്നെ മല്ലിയില വേണമെങ്കിൽ ചേർക്കാം. പിന്നെ വെള്ളം ചേർക്കാം. വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും പറയുന്ന പോലെ തന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഞാൻ വെള്ളം നന്നായി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത സവാള, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സവാള ഞാൻ ഒരുപാട് വറുത്തിട്ടില്ല എന്ന്,
നന്നായിട്ട് വറുത്താണ് ആ ടേസ്റ്റ് വരെ. പക്ഷെ ഞാനിങ്ങനെ അധികം വറുത്ത് ചേർക്കാറില്ല. അത് ശരിക്കും നല്ലതല്ല നമ്മുടെ ഹെൽത്തിന്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബിരിയാണി മസാല ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പനീർ ബിരിയാണി റെഡിയാവും. അങ്ങനെ നമ്മുടെ പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ലഞ്ച് ബോക്സ് സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിൽ പറയുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.